ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കോഫി മഗ്. ഞാൻ ലിഷ. നമുക്കിന്ന് നേന്ത്രക്കായ അല്ലെങ്കിൽ ഏത്തക്കായ ഉപയോഗിച്ച് നല്ലൊരു മെഴുക്കുവരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ കായ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ 3 പച്ച ഏത്തക്കായ എടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ 2 അറ്റവും മുറിച്ച് മാറ്റണം. ഇതിൻ്റെ തൊലി മൊത്തത്തിൽ കളയേണ്ട ആവശ്യമില്ല. കറുപ്പ് നിറത്തിലുള്ള ഭാഗം മാത്രം ചെത്തിക്കളഞ്ഞാൽ മതി. കായ കട്ട് ചെയ്യുന്നതിന് മുൻപ് കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടുകയാണെങ്കിൽ കറ പിടിക്കുന്നത് ഒഴിവാക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന നേന്ത്രക്കായ 4 or 6 ആയി പൊളുന്നതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ഈ കഷ്ണങ്ങൾ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ കറുത്തു പോകാതിരിക്കും. ഇനി നമുക്ക് മെഴുക്കുവരട്ടിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കട്ട് ചെയ്ത കായ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 15ഓളം ഇടത്തരം വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് ചതച്ചത്, ആവശ്യത്തിന് കറിവേപ്പില, 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉപ്പ്, 1/4 കപ്പ് വെള്ളം. ഇവയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്കിനി ഇത് കുക്ക് ചെയ്തെടുക്കാം. അതിനായി ചൂടാക്കിയ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളക് മുറിച്ചിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രക്കായയും ഉപ്പും 1/4 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം. ഉപ്പ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളച്ച് കഴിയുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം ചെയ്യേണ്ടതാണ്. കായ ചേർത്ത് കൊടുത്തതിന് ശേഷം കുക്കായി വരാൻ ഏകദേശം 12 മുതൽ 15 മിനിറ്റ് വരെ എടുക്കും. ഓരോ കായയുടെ മൂപ്പ് അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ വറ്റി കാ വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വെന്ത് പോകേണ്ട. നമ്മുടെ വാഴയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.